നേഴ്സസ് ആണ് മെയിൻ. ഞാൻ ജന്മനാ നേഴ്സിന്റെ ജോബ് എടുക്കൂല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ യു ഗീവ് മീ 100 crore rupees ആൻഡ് എന്നോട് പറയാണ് നിങ്ങളുടെ ജീവിതകാലം നേഴ്സിന്റെ ജോലിനെക്കാട്ടും സ്ട്രെസ് ഉള്ള ലൈഫില്ല. ഡോക്ടേഴ്സ് എങ്ങനെയാലും ഇവഞ്ച്വലി സ്പിരിച്വൽ ആവും എന്ന് പറഞ്ഞു. സോ ആർ യു സ്പിരിച്വൽ? നല്ല ബുദ്ധിമുട്ടുള്ള സർജറി കഴിഞ്ഞ് പേഷ്യന്റ് നന്നായി പോകണം എന്ന് വരുമ്പോ അറിയാതെ ഒരു രോഗി നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കാണ് അവരെ. സോ വി ഹാവ് ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഞാൻ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വാർഡിൽ ഒരു ഡ്യൂട്ടി ഡോക്ടറെ കോൾ വരും, ആദ്യം എൻ്റെ ഹാർട്ട് ഒന്ന് അടിക്കും. ഒന്നുമല്ല, പനിയല്ലേ, സിമ്പിൾ ചോദിക്കാണ്. ഇതാണ് ലൈഫ്. വാർഡിൽ നിന്ന് പേഷ്യൻസിനെ ശരിക്കും നോക്കുന്ന നഴ്സുമാർ. ഡിസ്ചാർജ് ചെയ്യാൻ നേരത്തെ പക്ഷേ മറ്റേ വണ്ടി വന്നില്ല, അല്ലെ വണ്ടിയിലേക്ക് ആളെ എടുത്തു വെക്കുന്നത്. ഫിസിക്കലി എടുത്തു വെക്കുന്നതിൽ എത്ര ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായാലും ദേ എക്സ്പെക്ട് ദ നഴ്സ് ടു ഡു സംതിങ്. നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പേഷ്യന്റ് കണ്ടു, ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഈ പേഷ്യന്റ്, നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് ഇതാക്കുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പേഷ്യന്റ് വരുമ്പം ഞാൻ ആലോചിക്കാൻ പറഞ്ഞാൽ ഇയാൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഏതിലാണ് കിട്ടുക അത് ചെയ്യാം. പക്ഷെ പേഷ്യന്റിന്റെ ചുറ്റുപാട്, പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ, പേഷ്യന്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കൊടുത്തിട്ട് നമ്മൾ അതെല്ലാം കൂടി നോക്കിയിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചുവരാം. പറഞ്ഞ ഡോക്ടേഴ്സ് എങ്ങനെയാലും ഇവഞ്ച്വലി സ്പിരിച്വൽ ആവും എന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി. സോ ആർ യു സ്പിരിച്വൽ? ഐ മീൻ വി സീ ദ അൺസർട്ടനിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ടോട്ടലി നോർമലായ ഒരാൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ അയാൾ ഫുള്ള് നോർമലായിരിക്കും, നോർമൽ ലൈഫ് എല്ലാം നോർമൽ. സഡൻലി അയാൾക്ക് സിംറ്റംസ് വരുന്നു, ബ്ലീഡിങ് വരുന്നു, ഫീവർ വരുന്നു. അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് പോയി അവർ സംശയിക്കുന്നു ലുക്കീമിയാണ്, നമ്മുടെ അടുത്തേക്ക് വരുന്നു, നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു ലുക്കീമിയ. ഐ മീൻ അത് ക്യൂറബിൾ ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ 70% ക്യൂറബിൾ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഹിസ് ലൈഫ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ അല്ലേ. അയാൾ ജോലിയിൽ നിന്ന് അയാൾ ലീവ് എടുക്കുന്നു, അയാൾ ലീവ് എടുക്കുന്ന മാത്രമല്ല അയാളെ കൂടെയുള്ള ആൾക്കാർ ലീവ് എടുക്കുന്നു. നോർമൽ ഒരു ലൈഫ് ഈസ് ടോട്ടലി ഡിസ്റപ്റ്റഡ് ആയി. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇമാജിൻ. ആൻഡ് നമ്മളെല്ലാ ദിവസവും അതാണ് കണ്ടുകൊണ്ടേ ഇരിക്കുക മോസ്റ്റ്ലി. സോ ഐ മീൻ ദർ ഇസ് അൺസർട്ടനിറ്റി ഇൻ ലൈഫ്, അതൊരു റിയാലിറ്റിയാണ്. ഓക്കെ, സോ നോർമൽ ഒരു ഡോക്ടർ അല്ലാത്ത, എസ്പെഷ്യലി ഈ ഫീൽഡ് അല്ലാത്ത ആൾക്കാർക്ക് ദേ മേ സി 1 or 2 പരിചയക്കാർക്ക് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഡിസ്റപ്ഷൻ കാണാം. നമ്മളെല്ലാ ദിവസവും തന്നെയാണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു നോട്ട് ടു ബി സ്പിരിച്വൽ. സം ഫോം ഓഫ് സ്പിരിച്വാലിറ്റി വിൽ ബി ദർ ഡെഫിനറ്റ്ലി. ഐ മീൻ അറ്റ്ലീസ്റ്റ് വി ഹോപ്പ് വി ഡോണ്ട് ഗെറ്റ് സച്ച് ഡിഫിക്കൽട്ടീസ്, ബിക്കോസ് നോട്ട് ഓൺലി ദ എയിൽമെൻറ്റ്, അസുഖത്തിന് മാത്രമല്ല നമ്മുടെ ലൈഫ് തന്നെ ഇറ്റ് ചേഞ്ചസ്. അല്ല, ഐ മീൻ ഞാൻ വിചാരിച്ച പോലെയല്ല ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ എക്സ്പെക്ട്, ബട്ട് ഇറ്റ് ഈസ് അഫക്റ്റിംഗ്. ഐ മീൻ കുറച്ച് സ്കെയറിയാ, അപ്പോൾ അൺസർട്ടനിറ്റി അതൊരു പേടിയാ. So you end up believing that there is some power that no, I am more ഞാൻ agnostic ആയപ്പോൾ I feel more comfortable. Okay, Makes more sense. And it makes more sense. Okay. Then I'm comfortable believing that there might be a power, but I don't really believe in divine intervention. അപ്പോൾ എന്താ പറയുക, ഇറ്റ് ഈസ് എനിക്കത് കംഫർട്ടബിളാ. അല്ലെങ്കിൽ ഐ ആം തിങ്കിങ് ദർ ഇസ് സംബഡി ഹൂ ഇസ് എല്ലാ കണക്കെല്ലാം നോക്കി വെച്ച് എപ്പോഴാണ് എനിക്ക് പണി തരിക എന്ന് വിചാരിക്കുക. അതിനേക്കാളും ഭേദം ദിസ് ഇസ് ബെറ്റർ ഫോർ മീ. What about you? In the sense, I am also veering more towards the agnostic. Yes, absolutely. പക്ഷെ പച്ചയായ മനുഷ്യനായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുള്ള സർജറി കഴിഞ്ഞ് പേഷ്യന്റ് നന്നായി പോകണം എന്ന് വരുമ്പം അറിയാതെ ഒന്ന് പ്രാർത്ഥിക്കും. ശ്രീനിവാസൻ പറഞ്ഞ അതെ, അതുകൊണ്ടാണ് ഈ അഗ്നോസ്റ്റിക് എന്ന് പറയാം, എത്തീസ്റ്റ് എന്ന് പറയാം. എത്തീസ്റ്റ് ഇസ് ടു, എനിക്ക് എന്താ പറയാ, ടു എക്സ്ട്രീം, ടു അറഗന്റ്. നമുക്ക് പേടിയാണ് നമ്മുടെ മെയിൻ വിഷയം. ഞാനൊരു പൊതുവെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ ഡോക്ടർമാരും വി വോണ്ട് അവർ പേഷ്യൻസ് ടു ഡു വെൽ. അപ്പൊ അതിന്റെ ഉള്ളിലില്ല പേടി. അപ്പൊ എന്ത് കാര്യമാണെങ്കിൽ പ്രാർത്ഥിച്ച് നന്നാവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു, പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാത്തോണ്ട് ഇനി എങ്ങാനും മുകളിലിരിക്കുന്ന ആള് നമുക്കൊരു പണി തരണം, അവന്റെ അഹങ്കാരം കുറച്ചൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞൊരു കൊട്ട് തരാൻ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നു. ദാറ്റ് എവറിത്തിങ് ഇസ്, അങ്ങനെ നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. എവറിത്തിങ് ഇസ് ഇൻ അവർ കൺട്രോൾ. ബിക്കോസ് ഒരു സർജനെ സംബന്ധിച്ച് പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്നു, അനസ്തീഷ്യ ഫിറ്റ്നസ് വാങ്ങുന്നു, അനസ്തീഷ്യ
നന്നായി പോകണം, അത് കഴിഞ്ഞ് സർജറി നന്നായി പോകണം, സർജറി കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പ് നന്നായി പോകണം. അപ്പം പല തരങ്ങളിൽ തിങ്സ് ക്യാൻ ഗോ റോങ്. സിമിലർലി ഫോർ ട്രാൻസ്പ്ലാന്റ് ബോൺ മാരോ. ഈ പുള്ളി പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിന് ഇറ്റ് ഈസ് എ വെരി കോംപ്ലക്സ് സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു പ്രൊസീജിയറാണ്. അതെ. അതിൽ എനിവെയർ ദർ ക്യാൻ ബി പ്രോബ്ലംസ് വിച്ച് മേ നോട്ട് ബി ഡ്യൂ ടു അസ്. Right. ഡിസീസ് കാരണോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഇൻഫെക്ഷൻസ് കാരണോ ഒക്കെ ആ ബുദ്ധിമുട്ട് വരാം. ഓക്കെ, ഐ മീൻ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി യു ആർ ഒരു പേഷ്യൻറ്റിനെ ഹിരോഷിമ അല്ലെ നഗാസാക്കിയിൽ കൊണ്ടുപോയി ആ ന്യൂക്ലിയർ ബോംബ് സർവൈവ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇത് ആക്ച്വലി. മീൻ സർവൈവ് ചെയ്യാത്ത ആൾക്കാർ ബേസിക്കലി അവരുടെ കൗണ്ട് സീറോ ആവും. അല്ല, ഇത് ആക്ച്വലി ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് അവിടെ താഴെ ഇരുന്ന് ഇതാ ഡിസ്കസ് ചെയ്ത്. നമ്മൾ ഒരാളെ മയലോ അബ്ലേറ്റ് ചെയ്ത് കീമോ കൊടുത്ത് നശിപ്പിച്ചിട്ട് വേറൊരാളുടെ സ്റ്റെം സെല്ല് കൊടുത്തിട്ട് പ്രതീക്ഷിക്കാൻ ഇത് പോയിട്ട് അവിടെ ഒന്ന് വളരുന്നു. അപ്പൊ അത് വളരെ സയൻസ് ആർട്ട് ഉണ്ട്. ബട്ട് എനി സ്റ്റെപ്പ് ദർ കൻ ബി എറേഴ്സ്. അപ്പം ദിസ് ആക്ച്വലി വി ആർ ക്രിയേറ്റിംഗ് ഒരു ന്യൂക്ലിയർ ബോംബ് പോലത്തെ ഒരു ചികിത്സയാണ് ഇങ്ങനെ രോഗിക്ക് കൊടുക്കുന്നത്. ബേസിക്കലി അൺനോൺ അൺനോൺ എലിമെന്റ്സ്, എസ്പെഷ്യലി ഇൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കുറെ അൺനോൺ ആണ്. പൊതുവെ നമ്മൾ പറയുന്നതായിരിക്കും 1+1 2 അത് there is nothing like that, but uncertainty, unknowns are there which are not in our control. So confident about one surgery, we are sure that this patient is going to go home in 5th day എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്തായിരിക്കും something happens and the patient will stay. ഈ എക്സ്ട്രാ നമുക്ക് ഇതിന്റെ മെയിൻ ടെൻഷൻ എന്ന് വെച്ചാൽ നോട്ട് ഓൺലി എക്സ്ട്രാ ഡേയ്സ് നിൽക്കുമ്പോൾ ഫിനാൻഷ്യൽ ബേർഡൻ, മെന്റൽ ഇത്, ഫിസിക്കൽ ഇത് വിച്ച് കംസ് ടു ദ പേഷ്യന്റിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്കും ഈ സ്ട്രെസ് എല്ലാം വരാം. ഇറ്റ് ടേക്സ് എ ടോൾ ഓൺ അസ്. അത് ഐ ഡോണ്ട് തിങ്ക് എനിബഡി കൻ ഡിനൈ. ഇറ്റ് ടേക്സ് എ ടോൾ ഓൺ അസ്. അങ്ങനെ ഡിഫിക്കൽട്ട് പേഷ്യൻസ് ഇപ്പൊ നമ്മൾ അണ്ടറിൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കാണുന്ന പേഷ്യൻസ് നമ്മളിങ്ങനെ ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ആലോചിക്കുക ആ രോഗിക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഭയങ്കര ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് മെമ്മറി ഈസ് കീപ്പിംഗ് ഓൺ ഇൻ അവർ മൈൻഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു രോഗിക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസ് ആയിരിക്കും, ബട്ട് വി ആർ ഓക്കെ, നമുക്ക് ചെയ്ത് ശരിയാവുമെന്ന് നമുക്ക് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ആ ഫുൾ പ്രോസസ് നമ്മുടെ ബ്രെയിനുള്ളിൽ ഇങ്ങനെ നമ്മൾ അൺനോയിങ്ലി വി ആർ ഓൾവേസ് ഇൻ ദിസ്. യൂഷ്വലി കത്താർസിസ് മറ്റേത് ഇതൊക്കെ കുളിക്കുമ്പോഴെങ്ങനത്തെ കുളിച്ചോണ്ടിരിക്കും ഇങ്ങനെ പേഷ്യന്റിനെ ആലോചിക്കുമ്പം നമ്മൾ ആലോചിക്കും ഓക്കെ നമുക്ക് അടുത്ത ഈ ഒരു പേഷ്യന്റിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കീമോന്റെ പകരം ഈ കീമോ കൊടുത്തു നോക്കാം. അത് ശരിയല്ലേ, നമുക്ക് അടുത്തങ്ങനെ നമ്മളിങ്ങനെ ഒരു യുദ്ധത്തിനൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെയാണ് ലൈഫ്. നമുക്ക് ആക്ച്വലി വേറെ ഒന്നും ഇല്ല. അതാണ് ഇന്റർവ്യൂ ചെയ്യട്ടെ. നമ്മളെ ഖലീൽ ജിബ്രാൻ ഉണ്ടല്ലോ, ഖലീൽ ജിബ്രാൻ എല്ലാവർക്കും അറിയാം, ഭയങ്കര പൈങ്കിളി കവിതയൊക്കെയാണ്. പൈങ്കിളി എന്ന് പറഞ്ഞാൽ വിസ്റ്റോ വാട്ടെവർ, ഇറ്റ്സ് എ റൊമാൻറ്റിക് പോയറ്റ്. അപ്പൊ ഖലീൽ ജിബ്രാൻ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ലൈക്ക് ഇൻ ഹിസ് ബുക്ക് പ്രൊഫറ്റ്, വർക്ക് ഈസ് ലവ് മെയ്ഡ് വിസിബിൾ. വെരി സിമ്പിൾ, വർക്ക് ഈസ് ലവ് മെയ്ഡ് വിസിബിൾ. മേ ബി ഇപ്പൊ ചിലപ്പോൾ ഈ ഒരു സമയത്ത് യു ക്യാൻ മേക്ക് മോർ സെൻസ്. ഞാൻ എപ്പോഴും ആലോചിക്കേണ്ടത് ഇത് ഇത്ര റൊമാൻറ്റിക്. പൊതുവെ നമ്മുടെ കൾച്ചറിൽ അങ്ങനെ വർക്കിനെ നമ്മളൊരു നമ്മുടെ ഒരു മറ്റൊരു വ്യത്യാസമുണ്ട്. വർക്ക് ഇസ് ലവ് മെയ്ഡ്. ലവ് ഒരു വളരെ സുഖകരമായിട്ടുള്ള കാര്യമാണ്, പ്രണയം. പക്ഷെ ഈ വർക്ക് ഫുള്ള് സുഖകരമല്ല. അത് ഇറ്റ് ഇസ് നോട്ട് ഈസി. പ്രണയത്തിലും ബുദ്ധിമുട്ടുകളില്ലേ? ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അത് പിന്നെ ഒരു രോഗി നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കാണ് അവരെ. സോ വി ഹാവ് ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഇത് നല്ലതാണോ വെച്ചാൽ ഞാൻ കുളിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും രോഗിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തടയാൻ പറ്റൂല. നല്ലതാണോ വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. കാരണം എന്റെ personal life, everything will be affected with all these thoughts. We don't have anything else. There is no work life balance. There is no balance. അത് നമ്മൾ പ്രതീക്ഷിക്കരുത്. See, anybody who's planning to take oncology അല്ലെങ്കിൽ who's taking a high demanding specialty where there is a lot of high risk cases from bone marrow transplant, you cannot say that I need work life balance. You are not going to get work life. അത് ഉണ്ടാവില്ല. വാട്ട് എവർ ബാലൻസ് ഇസ് ദേർ, ദാറ്റ് ഷുഡ് ബി ദ ബാലൻസ്. ഇപ്പൊ പാരാ കമാൻഡോ ഫോഴ്സസിനോട് പറയാ, ഞാനൊരു പാരാ കമാൻഡോ ഫോഴ്സ് ആണ്, അതിന്റെ ആളാണ്, ഞാൻ പറയാ ഐ വാണ്ട് വർക്ക് ലൈഫ്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. No, so before you took this specialty, did all of you have this expectation? So I will tell you why I took this specialty. Okay, so my father is a colonel in army. Okay, so I grew in an army society. Okay, my dream was to become an army officer. Okay, but after 10th standard I understood nobody is going to take. പിന്നെ ആർമിയിൽ എടുക്കാൻ പോകുന്നില്ല എനിക്ക് മനസ്സിലായി. ഇന്റെ വെയിറ്റിൽ 3 ആൾക്കാർ ആർമിയിൽ എടുക്കാൻ എനിക്ക് മനസ്സിലായി.
സോ അപ്പൊ എനിക്ക് ആർമിയിലൊന്നും കിട്ടൂല, എനിക്ക് മനസ്സിലായി. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ആർമി ജനറലായി മാറുന്നതായിരുന്നു എന്റെ ആഗ്രഹം. കാരണം യു ഹാവ് നമ്മൾ ആർമിയിലേക്ക് ജനിക്കുമ്പം നമ്മൾ ചെറുപ്പം മുതലേ തന്നെയാണല്ലോ പാകിസ്ഥാൻ കേൾക്കുന്നു, ബംഗ്ലാദേശ് കേൾക്കുന്നു. അപ്പൊ എന്റെ ഫാദർ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് ബംഗ്ലാദേശ് ഉണ്ടാക്കിയത്. അപ്പൊ എന്റെ ഓർമ്മയിൽ ഞാൻ LKG പഠിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പൊ ഞാൻ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ, അപ്പം അത് നടക്കൂല എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു വല്ല ഇങ്ങനത്തെ വല്ല ഈ പ്ലാനിങ് ഒക്കെ ഉള്ള വല്ല ചികിത്സ എടുക്കണം എന്നായിരുന്നു പറഞ്ഞാല് ഇത് എടുക്കണം എന്ന് ആഗ്രഹം. അപ്പൊ എനിക്ക് MBBS ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ക്യാൻസർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓക്കെ, സോ ബിക്കോസ് ഒരു പേഷ്യന്റിന് നമ്മൾ ക്യാൻസർ ഉള്ള ഒരു പേഷ്യന്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലുക്കീമിയ പേഷ്യന്റ് ചികിത്സിക്കുകയാണെങ്കിൽ നമ്മളെ എനിമിയാണല്ലോ, വി നോ ദ എനിമി. ക്യാൻസർ ഇസ് അവർ എനിമി. ആ ലുക്കീമിയാണ് നമ്മുടെ എനിമി. സോ ആ ലുക്കീമിയനെ എന്തൊക്കെ രീതിയിൽ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാൻ എന്തൊക്കെ നമ്മളിൽ ആയുധങ്ങളുണ്ട്, നമ്മളെ വെപ്പൺസ് ഉണ്ട്, ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, കീമോ ഉണ്ട്. ഇപ്പൊ പുതിയ കീമോ അല്ലാത്ത മരുന്നുകളും ഉണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുന്നു, പ്ലാൻ സ്ട്രാറ്റജൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ പലപ്പോഴും നമ്മളെ പേഷ്യൻസ് നമ്മൾ ഇത് തന്നെ ജോലി, ഞാനും അജയും കൂടി ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ പറയാം, ഓക്കെ ഈ രോഗിക്ക് നമുക്ക് ഇത് കൊടുക്കാം, ഇത് ഡിസ്ട്രോയ് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് അടുത്തത് കൊടുത്തിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യാം. അതെ, മിലിറ്ററി ഓപ്പറേഷൻ ആണ് ആക്ച്വലി. പക്ഷെ ബോഡിനുള്ളിൽ തന്നെയുള്ള ശത്രുവാണെന്നുള്ള വ്യത്യാസമുള്ളൂ. നമ്മൾ വി എൻജോയ് ദ സബ്ജക്ട്, ദർ ഇസ് നോ ഡൗട്ട്. സ്ട്രെസ് ഇസ് ദർ. യുദ്ധത്തിൽ നമ്മൾ ജനറൽ ആണെങ്കിൽ വി ഹാവ് പ്രഷർ ഇല്ലേ, കാരണം നമ്മൾ അവിടെ നിന്ന് പ്ലെയിൻ വന്ന് അറ്റാക്ക് ചെയ്ത് നമ്മളിങ്ങനെ ദാറ്റ് ഇസ് ദർ. സോ ആ കാരണമാണ് ഇത് എടുത്തത്. സോ ഇറ്റ്സ് വെരി വി എൻജോയ് ദിസ് സബ്ജക്ട്, ദർ ഇസ് നോ ഡൗട്ട്. വി റിയലി ലൈക്ക് ദിസ്. സോ ദാറ്റ് ഇസ് വൈ വി ക്യാൻ സസ്റ്റെയിൻ ദിസ്. അതർവൈസ് ഇറ്റ് ഇസ് ഇംപോസിബിൾ. ഇറ്റ് ഇസ് എ വെരി സ്ട്രെസ്ഫുൾ ലൈഫ്. Okay, there is no doubt. I don't express the stress to my family members, so they think I'm emotionally blunt, ഇമോഷണലി numb. നമ്മൾ ഇത്ര ഇങ്ങനെയൊക്കെ കണ്ടിട്ടും നമ്മളത് നമ്മൾ പുറത്തേക്ക് കാണിക്കാത്തതുകൊണ്ട് പലരും വിചാരിക്കും ഇവരൊക്കെ എന്ത് മനുഷ്യനാണെന്ന് പലരും ഫാമിലിക്കാർ വിചാരിക്കുന്നവരുണ്ട്. അതിന്റെ ഒരു ഇതാണ്, നമ്മൾ അറിയാതെ വി ഗെറ്റ് ഇൻഡ്രോൺ ഫാമിലി. ഇപ്പം നമ്മുടെ ഇപ്പം ബിക്കോസ് മൈ ഡാഡ് ഇസ് എ ന്യൂറോ സർജൻ ആൻഡ് ഹിസ് ഡാഡ് വാസ് ഓൾസോ എ സർജൻ, ദാറ്റ് ഇസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് ഓൾസോ സർജൻ. അങ്ങനെയാണ് ഞാൻ സർജറി പിന്നെ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ബ്രോഡ്ലി ഫിസിഷ്യൻസും സർജൻസും ഉണ്ട് നമ്മുടെ ഇപ്പോൾ ഫീൽഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയത്ത്. അതിനു മുമ്പ് മെഡിസിൻ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ വട്ടപൂജ്യമായതുകൊണ്ട് മെഡിസിൻ എടുത്തു. അത് കഴിഞ്ഞ് ഫിസിക്സും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ സർജറിയും ഫിസിഷ്യനും ഡിസൈഡ് ചെയ്യേണ്ട തീരുമാനത്തിൽ എനിക്കാണെങ്കിൽ ജന്മം ഉണ്ടെങ്കിൽ ഈ ECG ഒരു കോപ്പും മനസ്സിലാവും. ഈ മെഡിസിൻ ഏറ്റവും ബുദ്ധി വേണ്ടത് മാത്തമാറ്റിക്സ്, അത് കഴിഞ്ഞ് ബുദ്ധി വേണ്ടത് രാകേഷും അജയൊക്കെ ചെയ്യുന്ന പോലെ മെഡിസിൻ ഫീൽഡിലേക്ക്. പിന്നെ ബുദ്ധി വേണ്ടാത്ത പ്രൊസീജറൽ മെമ്മറിയാണ് സർജറി. പ്രൊസീജറൽ മെമ്മറി ടു ബി കാം അണ്ടർ ഹാൻഡിന്റെയും കുറച്ച് ഒരു ഇതാണ്, കോർഡിനേഷനും ഇതൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇനി എന്തായാലും ECG വായിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സർജറി എടുത്തത്. ഓങ്കോളജിയിലേക്ക് ഞാൻ എക്സ്പോസ്ഡ് ആയത് അമല ഹോസ്പിറ്റലിൽ ഞാൻ ജനറൽ സർജറി ചെയ്യുമ്പോൾ അവിടെ വാട്ട് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റൽസ് ഇൻ കേരള. 1970s ക്യാൻസർ എന്ന് പറഞ്ഞ് തുടങ്ങിയത് അമലയിലാണ്. അപ്പൊ അങ്ങനെ അവിടെ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റിന്റെ അടിയിൽ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. അങ്ങനെ സർജറിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനോട് ഭയങ്കര താല്പര്യം തോന്നി, അങ്ങനെ കയറി വന്നതാണ്. പക്ഷേ രാകേഷ് പറഞ്ഞ പോലെ ഇറ്റ് ഇസ് നമ്മൾ കുറച്ചൊരു നമ്മളെല്ലാവരും ഒരു ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് സൈഡോ മിസോക്കിസ്റ്റുകളാണ്. നമ്മുടെ വി പുട്ട് അവർ സെൽഫ്സ് ത്രൂ എ ലോട്ട് ഓഫ് പ്രഷർ ആൻഡ് അൺഡ്യൂ സ്ട്രെസ്. And I don't know how much our bodies can take it and how much our family members are suffering. That also I don't know. They might be പിന്നെ അവർ ആ ന്യൂ നോർമലിനോട് അവരും പൊരുത്തപ്പെടുന്നതാണ്. So I don't express my emotional turbulence I face for each patient. So people may assume ഞാൻ emotionally numb ആണെന്ന്. അങ്ങനെയല്ല. I have good emotional regulation, so I don't പുറത്തേക്ക് കാണിക്കൂല. So I mean, this is a very told ഉണ്ടാവുന്ന സബ്ജക്റ്റ് ആണ്, but I like it because the main reason why I joined this field was I wanted to become an army officer. So I have an enemy who is so I treat blood cancers, I treat non-blood cancers also. I mean non-cancerous blood diseases also. Okay. So cancer അല്ലാത്ത blood disease ഞാൻ ചികിത്സിക്കും, cancer ഉള്ള blood disease ചികിത്സിക്കും. പക്ഷെ I derive maximum satisfaction, maximum interest. The 95% of the reading, everything goes for blood cancers. Not for the non-blood cancers also. Actually, they are sometimes more challenging than blood cancers also. Actually, that is a different thing. On that aspect, I would like to tell one thing. Yeah.
നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഓങ്കോളജിയെ പറ്റി നമ്മൾ കുറേ പറഞ്ഞു. അപ്പോൾ ദർ വിൽ ബി വ്യൂവേഴ്സ് ഹു ആർ മെഡിക്കോസ് ഓൾസോ. അപ്പോൾ ഈ ഓങ്കോളജിക്ക് മാത്രമാണോ സ്ട്രെസ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ലല്ല, എവറി ഡോക്ടർ ഇസ് ഗോയിങ് ത്രൂ സ്ട്രെസ്. അതിനൊന്നും ഒരു സംശയമില്ല. ഇവിടെ എവറി ഡോക്ടർ ഇസ് ഗോയിങ് ത്രൂ സ്ട്രെസ്. വെൻ എ പേഷ്യന്റ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ഹി വാണ്ട്സ് ദ പേഷ്യന്റ് ടു ഡു വെൽ. പൊതുവെ എല്ലാവരും നല്ല മനുഷ്യന്മാരായിട്ട് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വെൻ യു ആർ ട്രീറ്റിംഗ് ബിനൈൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു പ്രശ്നമായിട്ട് ഒരു പേഷ്യന്റ് വരുന്നു ഡോക്ടറിനോട്. ആ ഡോക്ടറിന് ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ സ്ട്രെസ് ഉണ്ടാവും എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാം. ബിക്കോസ് പേഷ്യന്റ് വരുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ അതിനകത്തൊരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ ഹി വിൽ നോട്ട് ആക്സെപ്റ്റ് ദ പേഷ്യന്റ് വിൽ നോട്ട് ആക്സെപ്റ്റ് ദാറ്റ് കോംപ്ലിക്കേഷൻ. അപ്പൊ ഭയങ്കര സ്ട്രെസ് ആവും. അപ്പം വെൻ യു ട്രീറ്റിംഗ് ബിനൈൻ ആ സമയത്ത് കൂടുതൽ സ്ട്രെസ് ആവാം. സം ബിനൈൻ ബ്ലഡ്, ക്യാൻസർ അല്ലാത്ത ബ്ലഡിന് ചില അസുഖങ്ങളൊക്കെ ക്യാൻസറിനെക്കാട്ടും സീരിയസ് ആയ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദേ ആർ ഓൾസോ വെരി ചാലഞ്ചിങ്. സോ ദേ ആർ ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മൈ ഫ്രെയിം ഓഫ് മൈൻഡ് എനിക്ക് ഒരിക്കലും ആർമി ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമാണ് ഞാൻ ഈ അതെ, അതാണ് ഹൗ ഐ ലുക്ക് അറ്റ് ഇറ്റ്. അങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് ഈവൻ ദെൻ എന്തെങ്കിലും ഒരു ഡെല്യൂഷൻ ഒക്കെ വേണല്ലേ, പിന്നെ എന്തെങ്കിലും വേണ്ടേ. We need to romanticize our things. അല്ലാതെ നമ്മൾ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അല്ല, നമ്മൾ ഈ സ്ട്രെസ്സിന്റെ ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വാർഡിൽ ഒരു ഡ്യൂട്ടി ഡോക്ടറെ കോൾ വരുമ്പോൾ ആദ്യം എൻ്റെ ഹാർട്ടൊന്നും അടിക്കും. ഒന്നുമല്ല, പനിയല്ലേ, സിമ്പിൾ ചോദിക്കാണ്. ഇതാണ് ലൈഫ്, ഇതാണ് നമ്മുടെ ലൈഫ്. വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നത് എങ്ങനെ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഇടയിൽ മൊബൈൽ എടുത്ത് നോക്കാം, ആരാ വിളിച്ചത്. That being said, it is important, oncology especially, it is important to have a good team with you. Now 100%. Rakesh and Ajay is a team, but there's always should be a good team. ഞാൻ പറയാം, before Ajay came, you used to take everything. I never used to take leave. ഞാൻ ഇമ്പോസിബിൾ ആയിരുന്നു. 1 day മുകളിൽ ലീവ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഓർമ്മയുണ്ട്, യുവർ ദുബായിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഐ കുഡ് നോട്ട് കം. ഐ വാണ്ടഡ് ടു കം. ദുബായ് ആർക്കാ പോകാൻ ഇഷ്ടമില്ലാത്ത, പക്ഷേ ഓപ്ഷൻ പേഷ്യൻ സംഭവം റിക്കവർ കേട്ടോ. ആർക്കും വരാത്തൊരു കോംപ്ലിക്കേഷൻ, ലോകത്തിൽ പോലും ഡിസ്ക്രൈബ് ചെയ്യാത്ത കോംപ്ലിക്കേഷനാണ്. പക്ഷേ ലക്കിലി യു നോ വാട്ട് ഹാപ്പൻ, നമ്മളെ മനസ്സിലായി, ഇതേ കോംപ്ലിക്കേഷൻ ദാറ്റ് പേഷ്യന്റ് സർവൈവ്ഡ്. ഇതേ കോംപ്ലിക്കേഷൻ ആഫ്റ്റർ 4 years another patient got. But at that time, ആദ്യം വന്ന സമയത്ത് nobody knew. ഞാൻ എൻ്റെ എയിംസിലെ പ്രൊഫസർമാരെ വിളിക്കുന്നു, അവർ ഇങ്ങനത്തൊന്നും കേസ് ഇല്ല, അവർ വെറുതെ എന്തൊക്കെയോ പറയാണ്. സോ ബട്ട് അഗെയിൻ സെയിം പേഷ്യന്റ് കെയിം, ഡിഫറെന്റ് പേഷ്യന്റ്, സെയിം കോംപ്ലിക്കേഷൻ, ബട്ട് വി ന്യൂ വാട്ട് വാസ് ഹാപ്പനിങ്. സോ ഐ എം സെയിങ് ദിസ് ഇസ് സോ മച്ച്, സോ സ്പിരിച്വൽ ആയി പോകും. ദർ ഇസ് ലോട്ട് ഓഫ് unknowns. I am a believer in God, there is no doubt, and the teamwork is most important. So before Ajay came, Vishnu is also there. Is കാല് പൊട്ടിട്ട് വരാത്ത. I never used to take leave impossible ആയിരുന്നു. സോ എൻ്റെ ഈ ലീവിന്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ലീവേ ഇല്ല. I mean ഫുൾ ലീവാ, ഫുൾ. ഇപ്പൊ ഞാൻ ലീവ് എടുക്കാറുണ്ട്. ഈ ടീം വർക്കിനെ പറയുമ്പം നമ്മള് മേ ബി I will be the face. Right. Rakesh and Ajay is the face. പക്ഷെ കുറേ ബാക്ക്ഗ്രൗണ്ട് വർക്കേഴ്സ് ഉണ്ട്. That is a big shot. ഈ വാർഡിൽ നിന്ന് നമ്മളെ പേഷ്യൻസിനെ ശരിക്കും നോക്കുന്ന നഴ്സുമാർ ആണ് മെയിൻ. അതൊരു നഴ്സിന്റെ ജോബ് എടുക്കൂല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. യു ഗിവ് മീ 100 crore rupees and എന്നോട് പറയാണ് നിങ്ങൾ ജീവിതകാലം നഴ്സിന്റെ ജോലിനെ അതൊരു ഡിഫറെന്റ് കോളിംഗ് ആണ്. I mean, they are underpaid, overworked, understaffed. It is the truth across the board in all hospitals. And എന്താ പറയാ, ഡിഫിക്കൽട്ട് ആണ്, വെരി ഡിഫിക്കൽട്ട്, very underappreciated and very underappreciated. ചുമ്മാ ഒരു നഴ്സസ് ഡേന് വേണ്ടി മാത്രം ഒരു നഴ്സ് they should be brought, their pay should be brought up to scale. They should be that, because nursing care is the biggest thing. So എന്റെ പേഷ്യന്റിനെ രക്ഷപ്പെടുത്തുന്നത് നഴ്സിംഗ് കെയർ ആണ്. എനിക്ക് 100% ഷുവർ ആണ്. But he has a significant hand. പുള്ളിക്ക് സർജറി ചെയ്യണം. സർജറി ചെയ്യുന്നതിന്റെ മുകളിലാണല്ലോ പുള്ളിന്റെ മെയിൻ സക്സസ്, ഹിസ് ഹാൻഡ്. ഞങ്ങളത് ഫുൾ പ്ലാൻ, മരുന്ന്, കീമോ, റേഡിയേഷൻ, ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നഴ്സസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കും, നമ്മൾ കൊടുക്കുന്നു, പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നു, ബെസ്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നു, ഗൈഡ് ചെയ്യുന്നു. പക്ഷെ ഇംപ്ലിമെന്റ് കൊടുക്കേണ്ട ആരറിയോ? 100% ഇത് കൊടുക്കാൻ എളുപ്പമല്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് പറഞ്ഞാല് എയിംസില് ഡൽഹിയില് ഒരു ദിവസം നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമ്മളാണല്ലോ മെയിൻ ജോലി എന്നൊക്കെ വിചാരിക്കുക.
ഒരു ദിവസം സ്ട്രൈക്ക് ഉണ്ടായി നഴ്സസിന്റെ. അന്ന് മനസ്സിലായി. അയ്യോ കൊടുകയില്ലേ, കാരണം നമ്മളെല്ലാ പണിയും ചെയ്യണം അവർ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി ഇത് പോസിബിൾ അല്ല. സി മെന്റൽ സ്ട്രെസ് ഒരു ആസ്പെക്ട്, ലോട്ട് ഓഫ് ഫിസിക്കൽ he may be a surgeon, he will also have a lot of physical stress, but nurses ചെയ്യുന്ന പല ഇതില്ലേ, സി ദർ ഇസ് lot of അത്ര നോവൽറ്റി എല്ലാത്തിലും ഉണ്ടാവില്ല ചെയ്യുമ്പോൾ. ഐ മീൻ ഒരേ ഇഞ്ചക്ഷൻ വളരെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. വെൻ ഹീ ഈസ് ഓപ്പറേറ്റിംഗ്, ഒരു പെട്ടെന്നൊരു ആർട്ടറി വന്നു, കുറേ വേരിയേഷൻസും മോഡിഫിക്കേഷൻസും ഒക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ നേഴ്സസ് കുറെ ഒരേ ജോബ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ രാകേഷ് പറയുന്നതിന്റെ വെച്ചാൽ മനസ്സ് മടുക്കാതെ ഒരേ കാര്യം വൃത്തിയായിട്ട് കൃത്യമായി കൺസിസ്റ്റന്റ് ആയി ചെയ്യാനായിട്ട് പറ്റും. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ അതിന്റെ കൂടെ ഈ നമ്മൾ പറയല്ലോ പേഷ്യന്റ് അറ്റൻഡേഴ്സ് ഒക്കെ നമ്മളോട് ചിലപ്പോൾ ചീത്ത വിളിക്കില്ല. ഞാനതാ പറയാൻ we have been guilty of that. I have probably got angry with my nurses who work in my ward. ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നും. ബിക്കോസ് അവര് വർക്ക് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ദേ ആർ റിയലി അണ്ടർസ്റ്റാഫ്ഡ് ആൻഡ് വർക്ക്. സോ ഐ അപ്രീഷിയേറ്റ് ദം 100%. സെക്കൻഡ്ലി പേഷ്യന്റ് അറ്റൻഡേഴ്സ്, ഇപ്പൊ ആരെങ്കിലൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ പേഷ്യന്റ് അറ്റൻഡേഴ്സ് എല്ലാം നല്ല ചീത്ത വിളിക്കുന്ന നഴ്സുമാരെയാണ്. അതായത് ഡിസ്ചാർജ് ആവാൻ ലേറ്റ് ആയാൽ പോലും നഴ്സിനായിരിക്കും ചീത്ത പറയുക. എല്ലാത്തിനും എന്താ പറയാ ചെണ്ട എന്ന് പറയുന്ന നഴ്സുമാരാണ്. അത് that should change. അന്നേരം ഒരു ദിവസം നഴ്സിന്റെ ജോബ് ആരെ കൊണ്ട് മനസ്സിലാവും നല്ല ഡിഫിക്കൽട്ടാണ്. This is not a nursing is a very noble profession, which is എന്താ പറയാ put under a black screen and nobody sees what is happening. Doctors at least നമുക്കൊരു ഈഗോ ഉണ്ട്, ആ പേഷ്യന്റ് നമ്മൾ ചികിത്സിച്ചു, ഒരു ഗിഫ്റ്റ് വന്ന് നമുക്ക് തരുന്നു. ബട്ട് I feel that the first gift should go to the nurse. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റൽസിലൊക്കെ ഒരു 10ാം ക്ലാസ്സോ +2 പഠിക്കുന്ന കുട്ടികൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വീക്കെങ്കിലും അല്ലെ ഹോസ്പിറ്റലിൽ ഒരു ഇന്റേൺഷിപ്പ് പോലോ ലെറ്റ് ദം ബി എക്സ്പോസ്ഡ്. ഐ തിങ്ക് ചില കാര്യങ്ങൾ സൈക്കിൾ ഷുഡ് ചേഞ്ച്, ദ ഐഡിയ ഷുഡ് ചേഞ്ച്. ഒരാൾ പറയില്ലേ ഈ മെഡിക്കൽ സയൻസും ഇപ്പം നമ്മളൊരു ഷോപ്പിൽ ഒരു സാധനം കൊടുത്ത് റിപ്പയർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ വി ക്യാൻ ഓൾവേസ് ബ്ലെയിം. ബിക്കോസ് ദാറ്റ് എക്യുപ്മെന്റ് ഉള്ള സാധനത്തിനല്ലേ ഒരു ഇതുണ്ട്, അതിന്റെ പേരെന്താണ്, മാനുവൽ ഉണ്ട്. ഹ്യൂമൻ ബീങ്ങിന് മാനുവൽ ഒന്നും ഇല്ലല്ലോ, മാനുവൽ ഇല്ലാതെ ജനിക്കുന്ന ആളല്ലേ. സോ ഐ മീൻ പല ആൾക്കാരും ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഇറ്റ് ഇസ് നോട്ട് മാത്സിൽ 1+1 is 2, ബട്ട് ബയോളജിയിൽ 1+1 ക്യാൻ ബി 0 ഓൾസോ. ഐ മീൻ എന്തും ആവാം. സോ ഐ മീൻ നേഴ്സസ് ആണ് എല്ലാ പ്രോബ്ലം നേരത്തെ പറഞ്ഞ ആർമിന്റെ കേസ് എടുത്താലും ജനറൽ ഇരുന്ന് വരച്ച നടപ്പിലാക്കുന്ന ആളാണ്. ആർമിക്കാർ ചോടിപ്പോയാലോ ജവാന്മാര് കഴിഞ്ഞില്ല. വൺ മോർ തിങ്, ലൈക്ക് പലപ്പോഴും ഇപ്പൊ ഈവൻ സിമ്പിൾ സ്റ്റഫ് ലൈക്ക് ജസ്റ്റ് ഒരു മരുന്ന് കൊടുക്കുന്ന ഹാവ് സീൻ, മരുന്ന് കഴിക്കാൻ തയ്യാറല്ലാത്ത രോഗികളുണ്ടാവും. അവർ ചിലപ്പോൾ തുപ്പിക്കളയും, സംഭവിക്കുന്നതല്ല അല്ല നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിന്റെ പറഞ്ഞ കുത്തുവാക്ക് ഉണ്ടാവും. ഈവൻ ഡിസ്ചാർജ് ചെയ്യാൻ നേരത്തെ പക്ഷേ മറ്റേ വണ്ടി വന്നില്ല, അല്ലെ വണ്ടിയിലേക്ക് ആളെ എടുത്തു വെക്കണം. ഫിസിക്കലി എടുത്തു വെക്കുന്നതിൽ എത്ര ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായാലും ദേ എക്സ്പെക്ട് ദ നഴ്സ് ടു ഡു സംതിങ്, റൈറ്റ്. പിന്നെ ഈ കാത്തു നിൽക്കുന്നത്, ഞാൻ പലപ്പോഴും ഇതേപോലെ ഹോസ്പിറ്റലിൽ നമുക്ക് പോകേണ്ട സാഹചര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദേ ജസ്റ്റ് കം ഡു ദെയർ ജോബ് ആൻഡ് ദേ ഗോ. ആരും ഇപ്പോൾ ഡോക്ടറിനാണെങ്കിൽ നമ്മളെപ്പോഴും കൈ കൊടുക്കും, ഡോക്ടർ താങ്ക് യു അല്ലേ നമ്മൾ പറയും. ചിലപ്പോൾ ഡോക്ടർ നമ്പർ വാങ്ങിക്കും, ലൈക്ക് ഞാനാണെങ്കിൽ നമ്പർ വാങ്ങിക്കും, കീപ്പ് ഇൻ ടച്ച്. നഴ്സസ് ഐ ഡോണ്ട് നോ, they just slip away. പക്ഷെ ചില പേഷ്യൻസ് ഉണ്ട് കേട്ടോ, അവര് കാണാൻ വരുമ്പോൾ നമ്മളെ കാണും ബോഡി പോയി നഴ്സസ്. That is ഒരു നിങ്ങളുടെ കേസ് ലോങ്ങർ സ്റ്റേ, so they have a bond. അവർക്ക് നമ്മളെക്കാട്ട് അറ്റാച്ച്മെന്റ് നഴ്സുമാരോടായിരിക്കും, എസ്പെഷ്യലി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞും ലുക്കീമിയ ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ അവർക്ക് അറിയാം നഴ്സസ് ഹാർഡ് വർക്ക്, അവർക്ക് അറിയാം ആരാണ് ബെസ്റ്റ് നഴ്സ്. ജസ്റ്റ് ഒരു നഴ്സസ് ഡേയിലല്ല, the management of any hospital should appreciate, should promote, should support. Hopefully നമ്മുടെ ലീഗൽ ഗവൺമെന്റൽ സിസ്റ്റംസ് സൊസൈറ്റി like as a whole okay they take up society should change on the perception of the nursing community. ഞങ്ങളുടെ പേഷ്യൻസിനൊക്കെ നഴ്സിംഗ് കെയറിന് ഇമ്പോർട്ടൻസ് എന്താ അറിയാം, മരുന്നൊക്കെ കൊടുക്കുന്നതല്ലേ അത്രയും പെർഫെക്ഷനിൽ കൊടുക്കണം, അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിരിക്കണം. അതിൽ ഒരു സെപ്സിസ് ഇൻഫെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ രീതിയിലും ചെയ്യണം. അപ്പം അങ്ങനെ എളുപ്പത്തിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ പോയി ടക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് വരാൻ പറ്റില്ല. ആ ലൈൻ ഓപ്പൺ ചെയ്യണം, അത് ക്ലീൻ ചെയ്യണം. ഐ മീൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ തന്നെ ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 5 minutes. ആൻഡ് ഐ മീൻ
ആൻഡ് ആസ് എ ഡോക്ടർ നമുക്ക് ആ പിന്നെ നേഴ്സസ് മിക്കവാറും നമ്മളെക്കാട്ടും പ്രായം കുറവുള്ള ആൾക്കാരായിരിക്കുമല്ലോ മിക്കവാറും ഉണ്ടാവുക. സോ നമ്മളൊരു സെറ്റ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും, അതർവൈസ് ഒരു ക്വാളിറ്റി വർക്ക് ഉണ്ടാവില്ല. ബട്ട് ദേ ആർ ഡൂയിങ് വാട്ട് എവർ ദേ ക്യാൻ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഐ വിൽ നെവർ വാണ്ട് ടു ബിക്കം എ നേഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ജോബ്. ഇറ്റ് ഈസ് ആൻഡ് എന്താ പറയുക, ആരും അതിന് അങ്ങനെ താങ്ക്സും പറയാറില്ല. ഒരു പ്യുവർ സർവീസ് നമ്മൾ കുറച്ചുകൂടിയൊക്കെ താങ്ക്ഫുൾ ആവണം. ഹോപ്പ്ഫുള്ളി ഇത് കാണുന്ന ആൾക്കാർക്കും ആ ഒരു ചേഞ്ച് വരട്ടെ. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പിന്നോട്ട്, ലൈക്ക് ജോബിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളെ ജോബ്, ലൈക്ക് വി ഓൾ നോ ഹൗ ഡിമാൻഡിങ് യുവർ ജോബ് ഈസ്. അതേസമയം ക്യാൻസറിന് എസ്പെഷ്യലി ഓങ്കോളജിസ്റ്റുകൾക്കുള്ള ഒരു ചലഞ്ച്, ഇറ്റ്സ് എക്സ്പൊണൻഷ്യലി എക്സ്പ്ലോഡിങ് ഫീൽഡ്, ലൈക്ക് യുനോ ഭയങ്കര സ്പീഡിലാണ് ഓരോ മാസവും ദിവസവും ബ്രേക്ക് ത്രൂസ് ഒക്കെ കമ്മിങ്. How do you keep abreast with, like, you know, what's going on? So for me, when I completed my MD medicine, so AIMS has all the super specialties. Okay, so while doing in the MD medicine posting, എനിക്ക് എല്ലാ സ്ഥലത്തും പോസ്റ്റിങ്സ് ഉണ്ടായിരുന്നു. സോ ഐ ന്യൂ അപ്ലൈയിങ് മനസ്സിലായി ദ ഈസി ഫോർ അസ് പെട്ടെന്നൊരു സ്പെസിഫിക് ഒരു സബ് സ്പെഷ്യാലിറ്റി എടുക്കുന്നതാണെന്നായിരിക്കും പെട്ടെന്ന് എനിക്ക് അന്നേ മനസ്സിലായി. അങ്ങനെയാണ് ഞാനൊരു ഹെമറ്റോളജി ഇത്തിരി കൂടി ഒരു ടെർമിനൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സബ് സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി എളുപ്പത്തിൽ സബ് സ്പെഷ്യൽ ചെയ്ത് പഠിക്കാനും പറ്റും. സോ ഹെമറ്റോളജി അങ്ങനെ വലിയ കുഴപ്പം ഉണ്ടാവാറില്ല. ബട്ട് സ്റ്റിൽ സയൻസ് ഭയങ്കര ഫാസ്റ്റ്, ഈവൻ ഹെമറ്റോളജി തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്. ബട്ട് ദർ ഇസ് നോ ഓപ്ഷൻ, വി ഹാവ് ടു ഗിവ് ദ ബെസ്റ്റ്. സോ ജസ്റ്റ് ലൈക്ക് ഒരു പാരാ കമാൻഡോന് വേണ്ടത് എന്താ, ഫിറ്റ്നസ് ആണ്. അയാൾക്ക് ഇങ്ങനെ ബർഗറും ഇതൊന്നും തിന്നിട്ട് വീട്ടിലിരുന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്ക് വേണ്ടത് വി ഹാവ് ടു കീപ് അവർ മൈൻഡ്സ് ഫാസ്റ്റ്, ദെൻ ഓൺലി വിൽ ബി ഏബിൾ ടു ഗിവ് നമുക്ക് പറ്റുന്ന ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മുടെ പേഷ്യന്റ് കൊടുക്കും. സോ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആൻഡ് നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബട്ട് സംഹൗ വിൽ ഹാവ് ടു എങ്ങനെയെങ്കിലും വിൽ ഹാവ് ടു അപ്ഡേറ്റ്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി അക്രോസ് ദ ബോർഡ് സെയിം ആയിരിക്കും. എല്ലാവരും കോൺഫറൻസുകൾക്ക് പോവും. ഒരു ആനുവൽ കോൺഫറൻസ്, സ്റ്റേറ്റ് കോൺഫറൻസുകൾ ഉണ്ടാവും. വേർ ലോട്ട് ഓഫ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വിൽ ബി ഡിസ്കസ്ഡ്. പിന്നെ ജേണുകൾ ഉണ്ടാവും. പിന്നെ ഓരോ കേസ് വരുമ്പോൾ ആ കേസിനെ പറ്റി വായിച്ച് മനസ്സിലാക്കി അപ് ടു ഡേറ്റ് ആവുന്നതും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓൺ ദ ജോബ്. നമ്മൾ ഒരിക്കലും പഠനം എൻഡ് ചെയ്യുന്നില്ല, എസ്പെഷ്യലി ഈ ഫീൽഡിൽ. പഠിച്ചുകൊണ്ടേയിരിക്കും. ലൈഫ് ഈസ് ഓൾവേസ്, ഈ ഫീൽഡിൽ ട്രെയിനിങ് നിൽക്കൂല. നമുക്ക് എല്ലാം അറിയാമെന്ന് എന്ന് തീരുമാനിക്കുന്നു. കഴിഞ്ഞു. വലിയ ഹോസ്പിറ്റലിൽ പഠിച്ചു വന്നു, ഇതിലും വലിയ കേസൊന്നും എവിടെയും കാണണമെന്ന് വിചാരിച്ചാലൊന്നും ഇതില്ല. ഞാൻ പറഞ്ഞല്ലേ, ആക്ച്വലി നമ്മൾ വിചാരിക്കും എയിംസിലേക്ക് ഏറ്റവും വലിയ കേസ്, എയിംസ് കഴിഞ്ഞിട്ട് അതിലും കാണാത്ത കേസസ് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് നെവർ. അതെന്ന് വെച്ചാൽ ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഭയങ്കര ഡിഫറൻസ് ആണ്. ട്രെയിനിങ്ങിന്റെ സമയത്ത് യു ആർ ഓൾവേസ് അണ്ടർ എൻ അംബ്രല്ല. നമുക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ട്, നമുക്ക് ഇതുണ്ട്. നമ്മളൊരു മിസ്റ്റേക്ക് ഉണ്ടായാലും വി നോ ദറ്റ് വി ആർ നോട്ട് ഗോയിങ് ടു ബി കൾപ്പബിൾ ഓർ ലയബിൾ. ബട്ട് ഇൻഡിവിജ്വൽ കൺസൾട്ടന്റ് ആകുമ്പോൾ പേഷ്യന്റിനെ നമ്മളെ ഏൽപ്പിക്കുക. അപ്പൊ നമ്മുടെ തീരുമാനങ്ങൾ ഇസ് ഗോയിങ് ടു ഡയറക്ട്ലി എഫക്ട് ദ പേഷ്യന്റ്. സോ യുവർ തീരുമാനം ഷുഡ് ബി സ്പോട്ട് ഓൺ. സർജറി ചെയ്യണോ ചെയ്യാണ്ടിരിക്കുക, അതിനകത്ത് ഫസ്റ്റ് 10 years യു നോ ഹൗ ടു ഡു സർജറി, ആൻഡ് ദ നെക്സ്റ്റ് 10 years യു ലേൺ വെൻ ടു ഡു സർജറി, ആൻഡ് ഇൻ ദ ലാസ്റ്റ് 10 years യു ലേൺ വെൻ നോട്ട് ടു ഡു സർജറി. ആ ഒരു വിസ്ഡം, അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഈ വിസ്ഡം വരുന്നത് ഓവർ ടൈം ആണ്. പുള്ളി പറഞ്ഞാല് ഒരു ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുതരാം. പണ്ട് നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പേഷ്യന്റ് കണ്ടു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് താല്പര്യം ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആയി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഈ പേഷ്യന്റ്, നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് ഇതാക്കുന്നു. സോ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരു ക്യൂറേറ്റീവ് ആണെങ്കിലും അത് നല്ല മോർബിഡിറ്റി, പേഷ്യന്റ് നല്ല സൈഡ് എഫക്ട്സ് ബുദ്ധിമുട്ടൊക്കെ പലർക്കും. പക്ഷെ കുറെ പേരത്ത് ഓക്കെ ശരിയാവും, പക്ഷെ എന്നാലും മോർബിഡിറ്റി ഇല്ല. പക്ഷെ തുടക്കത്തിൽ നമുക്കൊരു ഭയങ്കര ഒരു ത്രില്ലായിരിക്കും ഇത് ചെയ്യണം. പക്ഷെ ഇപ്പൊ ഒരു പേഷ്യന്റ് വരുമ്പം ഞാൻ ആലോചിക്കാൻ പറഞ്ഞാൽ ഇയാൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഏതിലാ കിട്ടുക അത് ചെയ്യാം. പലപ്പോഴും ഞാനായിരിക്കും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ തന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇയാളെ സ്ഥലത്താണെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എടുക്കുവോ, മീൻസ് ഞാൻ സ്വന്തം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഏറ്റെടുക്കുവോ. അതെ, അപ്പൊ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് വേറെ നിവൃത്തിയില്ല, എടുക്കണം. പക്ഷെ ഒരു ഔട്ട് ഓഫ് ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റി ഒന്നും ഇപ്പം നമുക്ക് ഇല്ല. നമുക്ക് നമ്മളാരും അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെങ്കിൽ ഓൾവേസ് യുവർ ഡിസിഷൻസ് ഷുഡ് ബി വെയ്റ്റഡ്, പ്രോസ് കോൺസ്. അപ്പൊ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ബേസിക്കലി നമുക്ക് ചില കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ഓക്കെ, ഇതാണ് ട്രീറ്റ്മെന്റ്. പക്ഷെ പേഷ്യന്റ്
പേഷ്യൻ്റെ ചുറ്റുപാട്, പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ, പേഷ്യൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കൊടുത്തിട്ട് നമ്മൾ അതെല്ലാം കൂടി നോക്കിയിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ ബി സംടൈംസ് അഗൈൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാം. So you are going to Feel free to. No, I'm just asking you. Will you offer? Will you give the option of a very expensive treatment which you're sure the patient cannot afford, and give this option which is there in America? അമേരിക്കയിൽ കൊണ്ടുവരും ഇതുണ്ട്. അപ്പോൾ ആ ഒരു മാനസിക ബുദ്ധിമുട്ട് പേഷ്യന്റിന്, ഇതാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, പക്ഷെ അത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരണം 14-20 ലക്ഷം. അപ്പൊ അവിടെയാണ് ആ ഡോക്ടറിന്റെ വ്യത്യാസം വരുന്നത്. ഹി ഷുഡ് ബി ഏബിൾ ടു ജഡ്ജ്. ഒരു കാര്യമുണ്ട്, ഇൻ കേരള ഇറ്റ് ഇസ് പോസിബിൾ. കാരണം ഐ വിൽ സേ, ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ പേഷ്യൻസിന് ഇപ്പൊ ഇന്ത്യയിലുള്ള ഓൾ ഓങ്കോളജിയിലെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് കാർ ടി സെൽ തെറാപ്പി. ഓക്കെ, ഹൈ കട്ടിങ് എഡ്ജ്. അതിലെന്താ നമ്മൾ രോഗീന്റെ സെൽ എടുക്കുന്നു, അതിന് ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള പ്രോട്ടീൻസ് അതിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്നു, ജനറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ എന്നിട്ട് തിരിച്ച് നമ്മൾ ബോഡിയിലേക്ക് അയക്കുന്നു, എന്നിട്ട് അത് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ട്രീറ്റ്മെന്റ് ലുക്കീമിയയിലൊക്കെ നല്ല എഫക്റ്റീവ് ആണ്. അതും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ലുക്കീമിയാക്കി 0% ഔട്ട്കം ഉള്ള സ്ഥലത്ത് 50% ഔട്ട്കം ഒക്കെ കിട്ടും. അത് അമേരിക്കയിലുള്ള ഇപ്പൊ കോസ്റ്റ് 4 crores. ഇന്ത്യയിലിപ്പം പല 2-3 മുംബൈ ബേസ്ഡ് ഉണ്ട്, ബാംഗ്ലൂർ ബേസ്ഡ് ഉണ്ട്. ഒരു 25-35 lakhs നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും ആ സെല്ല്. ഓക്കെ, അപ്പം ഒരു 25 lakhും 35 lakh എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. പിന്നോട് ഒരാൾ പറയാ നിങ്ങൾ 25 lakh തരൂ, എനിക്ക് പറ്റൂല ആ സമയത്ത്. ഓക്കെ, പക്ഷേ എസ്പെഷ്യലി ഇൻ മലബാർ ഞാൻ കണ്ടത് പറഞ്ഞാൽ പീപ്പിൾ ആർ മോർ ഹെൽപ്ഫുൾ. അവർ കമ്മിറ്റി ഉണ്ടാക്കി ക്രൗഡ് ഫണ്ടിങ്, അത് വളരെ യൂസ്ഫുൾ സാധനമാണ്. ഓക്കെ, അത് കാരണം ഇപ്പൊ ഞങ്ങളടുത്ത് വരുന്ന, ഇപ്പൊ നമ്മൾ ഈ അടുത്ത് കാർട്ടിസലൊക്കെ ചെയ്യുന്നതൊന്നും കോടീശ്വരന്മാരൊന്നുമല്ല, സാധാരണക്കാരാണ്. അവരില് സാധാ മിഡിൽ ക്ലാസ് പീപ്പിൾ. നമ്മള് അമേരിക്കയിലൊക്കെ ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുമല്ലോ, നമ്മളെ നാട്ടില് ജനിക്കണമെന്നുള്ള ഈ നാട്ടിലെ ആൾക്കാര് നമുക്ക് ചിലപ്പോ കോള് വരും കേട്ടോ, എന്താ വിളിക്കുന്നത്, ജെന്യൂൻ കേസ് നമ്മളെ വിളിക്കും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വിളിക്കും. അപ്പൊ നമ്മളോട് ജെന്യൂൻ കേസാണ്. ആൻഡ് പീപ്പിൾ ഒരാഴ്ചയിലും 10-20 ദിവസത്തിലൊക്കെ ആൾക്കാർ പൈസ റേസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. ഇപ്പം നമ്മൾ മിനിറ്റിന് നമ്മുടെയൊക്കെ പോലെ തന്നെ പോഡ്കാസ്റ്റുകളും റീലുകളും എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയന്റെ ഒരു നല്ല വശമാണിത്, ഈ ക്രൗഡ് ഫണ്ടിങ് ഫോർ ട്രീറ്റ്മെന്റ്. പക്ഷെ അതിനകത്ത് കുറെ അൺഎത്തിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാവും. പക്ഷെ അതിന്റെ നല്ല ആസ്പെക്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ലൈക്ക് ഇതേപോലെ ഒരു മുമ്പൊരു കേസ് went through a friend. ഇത് ചെയ്യുന്ന കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആൾക്കാരുണ്ടല്ലോ, നമ്മള് അവര് വീഡിയോസ് ഇടുന്നതാവുന്നു. അങ്ങനത്തെ ഒരു ആളെ നമ്മൾ കണക്ട് ചെയ്തതാണ്. വി സോ ഫസ്റ്റ് ഹാൻഡ് ഇവരൊരു പോസ്റ്റ് ഇട്ടിട്ട് മേ ബി ഒരു 6 hours 7 hours അറൌണ്ട് 6-7 lakh rupees came. ആൻഡ് ഒക്കെ ചെറിയ പൈസ, 100 രൂപ 150 1000 ആളുകൾ അവർക്ക് പറ്റുന്ന പോലെ ഇട്ടിട്ട്. നമ്മുടെ ഒരു പേഷ്യന്റ് ഒരു ബിരിയാണി ചാലഞ്ച് ചെയ്തിട്ട് അദ്ദേഹം 4 lakh rupees ഉണ്ടാക്കാൻ പറ്റി ഫോർ ട്രീറ്റ്മെന്റ്. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട്. 50 rupeesന് ബിരിയാണി കഴിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് തിരിച്ചു കിട്ടി. സോ ഈ സോഷ്യൽ മീഡിയ, ഈവൻ ഈ ക്രൗഡ് ഫണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഐ ആം വെരി റെസ്പെക്ട്ഫുൾ ഓഫ് ദം ബിക്കോസ് ദേ ഡു ഗുഡ് സർവീസ്. വിച്ച് ഗവൺമെന്റ് എല്ലാത്തിനും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റ് ഹാസ് ലിമിറ്റഡ് റിസോഴ്സസ് അല്ലേ. ഗവൺമെന്റ് ടാക്സ് വാങ്ങുന്നു, അതിനുള്ള സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. Government work is also well cut out. It is well cut out. It's not charity. It is not charity. So the charity workers are doing. I mean, they will get some punyam out of this. അത് സംശയമില്ല. Right. അപ്പം പുള്ളി പറഞ്ഞ ദിസ് എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് ഞാൻ ഡൽഹിയിലാവുമ്പോൾ ഞാൻ പറയാറുണ്ട്. സോ ഇങ്ങനെ ഒരു പാവപ്പെട്ട ആൾക്കാർ, ഇപ്പൊ ഞാൻ എയിംസ് കഴിഞ്ഞിട്ട് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ, അവിടെ നിന്നും എയിംസിൽ നിന്നും ബെഡ് കിട്ടാതെ വരുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഓക്കെ, ഡൽഹിയിൽ എത്തിപ്പെട്ടല്ലോ, അപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോണ്ടേ. അപ്പം അവരടുത്തൊന്നും ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ പറയില്ല. കാരണം അവര് വിചാരിക്കും പൈസ ഉണ്ടായിരുന്നെങ്കിൽ. ആ ഒരു തോട്ട് ഭയങ്കര ഒരു ഡിസ്ട്രോയിങ് തോട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ക്രൗഡ് ഫണ്ടിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, അപ്ലാസ്റ്റിക് അനീമിയ ലുക്കീമിയ ഓർമൽ എക്സാക്ട്ലി ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ലോവസ്റ്റ് ഫണ്ട് ഞങ്ങളൊക്കെ ലോവസ്റ്റ് റേറ്റ് ആക്കി ഹോസ്പിറ്റലോട് സംസാരിച്ചൊക്കെ റെഡിയാക്കി കൊടുത്തു. പക്ഷെ അവിടെ അങ്ങനെ കമ്മിറ്റിയോ സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ അവരിങ്ങനെ ഈ ഇതുണ്ടല്ലോ വെബ്സൈറ്റ്സ് ഇല്ലേ, അപ്പോൾ അങ്ങനത്തെ വെബ്സൈറ്റ് വഴി അവർ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ അവർക്ക് ഫണ്ട് ഇത്തിരി കിട്ടി. അത്രയൊന്നും കിട്ടിയിട്ടില്ല, വളരെ കുറവ്, കുറേ കാലം കഷ്ടപ്പെട്ട്. പക്ഷെ ഞങ്ങൾ ചികിത്സ തുടങ്ങി. ഫണ്ടൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റൽ ഇപ്പോൾ അപ്രൂവൽ ഒന്നും ചെയ്തോളൂ എന്ന്. അപ്പോൾ ഫണ്ട് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു ഫണ്ടൊക്കെ വന്നോന്ന് ചോദിച്ചു. അപ്പോൾ വന്നു. എന്താ വന്നതെന്ന് അറിയോ,
ഇവരെ പരിചയക്കാരും റിലേറ്റീവ് ഇവർക്ക് കൊടുക്കുന്ന പകരം ആ ഇതിലേക്ക് കിട്ടും. ഓക്കെ, അതാണ് ആകെ വന്നത്. അതാണ് വന്നത്. പരിചയക്കാരും ഫ്രണ്ട്സും അവർക്ക് നേരിട്ട് കൊടുക്കുന്ന പകരം ഇതിലേക്ക് കിട്ടും. അപ്പം ഇത്തിരി കൊണ്ട് റിലയബിൾ ആയിരിക്കുമല്ലോ ഈ വഴി പോയാലെന്ന് വിചാരിച്ചിട്ടാണ് ഇതാക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കേരളത്തിലും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ എനിക്ക് അതേ പറയാം, കേരളം ഇത്തിരി കൂടി ട്രസ്റ്റ് സൊസൈറ്റി മലബാർ മലബാർ എസ്പെഷ്യലി മലബാറിന്റെ മണ്ണൊരു ഡിഫറെന്റ് മണ്ണ് തന്നെയാണ്. നമ്മുടെ സൗത്ത് കേരളയിൽ നിന്ന് വന്ന പേഷ്യൻസിനും ഫണ്ട് എല്ലാം മലബാറിൽ നോട്ട് ബീങ് റീജിയണലിസ്റ്റിക് അബൌട്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം മലബാറിന്റെ മണവും കാറ്റും ഒരു ഡിഫറെന്റ് തന്നെയാണ് അല്ലേ? അല്ല, മലബാറിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടവിടെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ്. മലബാറിന് കുറെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ മലബാർ പീപ്പിൾ ആർ ഡീസന്റ്, അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഹെൽപ്പ് ഒക്കെ അവർ ചെയ്യാറുണ്ട്. അല്ല, ഈ നമ്മളും ഇപ്പൊ രാകേഷിന്റെ സീനിയറാ കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പൊ നമുക്കറിയാം, നമ്മൾ മലബാർ ഈ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ മിക്ക പേഷ്യന്റിന്റെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സ് നിങ്ങൾ ആരാന്ന് വെച്ചാൽ അടുത്ത വീട്ടിലത്തെ ആളായിരിക്കും. നോട്ട് ദ റിലേറ്റീവ്. എത്ര പേര് ഇങ്ങനെ വന്ന് റിലേറ്റീവ് അല്ലാതെ അടുത്ത വീട്ടിലത്തെ ആള് വന്ന് കൂടെ നിന്ന് 5-6 ദിവസം സർജറി കഴിഞ്ഞ് നോക്കി എല്ലാം. ദാറ്റ് ഈസ് ഒരു ആളുകൾ തമ്മിൽ ഉണ്ടാവുന്ന ബന്ധം. ഇപ്പൊ ഇത് പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്റെ ഗ്രാൻഡ് ഫാദർ കുറച്ച് കാലം ഹോസ്പിറ്റലൈസ് ചെറിയൊരു കാര്യത്തിന് ഇവിടെ ബേബിയിൽ തന്നെ മേ ബി 5 days ഹോസ്പിറ്റലൈസ് തിരിച്ചു പോകാം. അപ്പോൾ പോകാൻ നേരത്തെ എൻ്റെ വല്യമ്മ ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ റൂമിലുള്ള ആളായിട്ട് ഒരു ഇതേപോലെ വയസ്സായ അത് ലിറ്ററലി കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. ലൈക്ക് 5 days അവർ സംസാരിച്ചതും. ഇപ്പൊ രണ്ടുപേരും കുടുംബത്തിലുള്ളവരാ. ഞാൻ വരും പറയാം ഇത് ഹാഷിനല്ലേ അവര് ചോദിക്കാൻ. ആ ഒരു ബോണ്ട് ഇവിടെ എങ്ങനെയൊക്കെയോ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് കൾച്ചറൽ ക്യാപിറ്റൽ ആണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ട്രോങ് സേഫ്റ്റി നെറ്റും ആണ് അത്. ഡെഫിനറ്റ്ലി. മലബാർ പീപ്പിൾ ആർ ഗുഡ് ഇൻ ദാറ്റ് വേ, ഒരു സംശയമില്ല. ഞാൻ പണ്ട് MBBS ചെയ്യുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ഒറ്റയ്ക്കായിരുന്നു അന്ന്. ഞങ്ങൾക്കന്ന് റൂംസ് ഉണ്ട്. അപ്പം എൻ്റെ റൂംമേറ്റ് ഇല്ല അന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ഉറങ്ങിയപ്പോൾ പെട്ടെന്ന് രാത്രി എനിക്ക് പ്രേതത്തിൽ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. അപ്പോൾ അവരുണ്ടായിരുന്നില്ല. പക്ഷെ എന്താ മറ്റേ ഈ ഡിസ്കവറിയിലെ മറ്റേ ഹോണ്ടിങ്ങിന്റെ എപ്പിസോഡ്സ് ഒക്കെ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് CD-യിലൊക്കെ ആക്കി വെച്ച് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഉറങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉറക്കത്തില് ആരോ കഴുത്തിന് പിടിക്കുന്ന പോലെ ഞാൻ കണ്ണു തുറന്നു. ഞാൻ ശരിക്കും കാണും എൻ്റെ നെഞ്ഞത്തൊരു ഈ റിംഗ് സിനിമയിലൊരു ഗോസ്റ്റ് ഇല്ലേ, ഏകദേശം അതുപോലെ ഒരു സാധനം ചെസ്റ്റിലിരിക്കുന്നു. ഐ ക്യാൻ ഫീൽ ദ വെയിറ്റ് ഓഫ് ഹർ. ഐ ക്യാൻ സീ ക്ലിയർലി ഒരു ആളിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഗേൾ ഓർ ലേഡി ഓർ വാട്ട് എവർ. കഴുത്തിൽ അങ്ങനെ കഴുത്തിൽ പിടിക്കുന്നതും അറിയുന്നുണ്ട്. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഇടിക്കണം എന്നോ തള്ളണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കൈ പൊങ്ങുന്നില്ല. സ്ട്രഗിൾ ഫോർ എനിക്കറിയില്ല എത്ര നേരം സ്ട്രഗിൾ ഇങ്ങനെ എന്തോ ആക്കി എണീറ്റു. എണീറ്റപ്പോ പിന്നെ അത് പോയി. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് കുറെ നേരം അവിടെ ഇവിടെയൊക്കെ പരതി. ഞാൻ അങ്ങനെ കണ്ടു പ്രേതത്തിന്. കണ്ടതല്ല, ഫീൽ ചെയ്തു. കണ്ടു ഫീൽ ചെയ്തു. കഴുത്തിന് ശരിക്കും പിടിച്ച് ഞെക്കി. പിന്നെ കഴുത്തിന് പാടൊക്കെ ഉണ്ടോ നോക്കി, ഒന്നുമില്ല. അങ്ങനെ പിന്നെ ആകെ അപ്പൊ ഉറപ്പായി പ്രേതം. പിന്നെ കുറച്ച് ദിവസം ലൈറ്റ് ഇട്ടിട്ടേ ഉറങ്ങിയില്ല. പിന്നെ അന്ന് തന്നെ രാത്രി ഇരുന്ന് ഫുൾ റിസർച്ച്, ഹോണ്ടിങ്, ഗോസ്റ്റ് ഇതെന്നൊക്കെ പറഞ്ഞു റിസർച്ച് ചെയ്ത് അവസാനം കുറെ അന്ന് യൂട്യൂബ് അങ്ങനെ വന്നിരിക്കാൻ തുടങ്ങിയ സമയം അതിലുള്ള വീഡിയോ ഒക്കെ കണ്ടു. പിന്നെ അത് പിന്നെ അത് കുറച്ച് സമയം എടുത്തു. അപ്പൊ മനസ്സിലായില്ല. പിന്നെ ഹോണ്ടിങ്ങിന്റെ എക്സ്പേർട്ടായി ടൈപ്പ് ഓഫ് ഹോണ്ടിങ്. നമ്മള് വേറൊരു പോഡ്കാസ്റ്റിൽ ഞങ്ങൾ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡില് നമ്മള് സൈക്കാട്രിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ ആ എപ്പിസോഡിൽ വന്നിട്ടില്ല ടോക്കിംഗ് ദിസ് ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ഇതെന്താ പറഞ്ഞാൽ ഞാനപ്പോ ഇതൊക്കെ എഴുതി ഹോണ്ടിങ്ങിന്റെ പറയുന്നത് ഇന്റലിജന്റ് ഹോണ്ടിങ്, റെസിഡ്യുവൽ ഹോണ്ടിങ്, മറ്റേ സ്പോൾട്ടർഗൈസ്റ്റ്, സ്പോണ്ടേനിയസ് സൈക്കോ ഫുൾ എല്ലാം ഫുള്ള് പഠിച്ചു. പഠിച്ചിട്ട് ഇതിനൊന്നും ആൻസർ ഇത് ഏത് കാറ്റഗറി പെടുന്നറിയും. പിന്നെ അങ്ങനെ പോയി. പിന്നെ എവിടെയോ അന്ന് എനിക്ക് അത് സ്ലീപ്പ് പാരാലിസിസ് ഐഡിയ കിട്ടിയില്ല. പിന്നെ ഞാൻ സ്വയം ഇരുന്ന് ആലോചിക്കുക, ഓൾമോസ്റ്റ് എല്ലാ ഈ ഫോറിൻ ഹോണ്ടിങ് സാധനങ്ങളിൽ നോക്കിയാൽ എല്ലാവരിലും നെഞ്ഞി കയറി കഴുത്ത് ഞെക്കല സ്ഥിരം. അതാണ് മെജോറിറ്റി. എവിടെ നോക്കിയാലും രാത്രി ഇങ്ങനെ വരുന്ന ഒരു നേള് വരും. പിന്നെ നെഞ്ഞത്തിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ എണീക്കും. പിന്നെ ഭർത്താവ് നോക്കുമ്പോ നീ എന്താ എന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ലല്ലോ, പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. അതെ, അപ്പോഴാ പിന്നെ ആരോടെ എവിടെ ഒരു ഇതിങ്ങനെ വന്നപ്പോഴാണ് സ്ലീപ്പ്. ഞാൻ നോക്കുമ്പോ ഇതാണല്ലോ സംഭവം. പിന്നെ സ്ലീപ്പ് പാരാലിസിസ്. പക്ഷെ അതാ ഇതിനെപ്പറ്റി ഒരിക്കൽ സ്ലീപ്പ് പാരാലിസിസ് അനുഭവിച്ച ആൾക്ക്
ടെറിഫൈഡ്. പക്ഷേ there are people അവർക്ക് റിക്കറൻറ്റ് സ്ലീപ്പ് പാരാലിസിസ്. റിക്കറൻറ്റ് സ്ലീപ്പ് പാരാലിസിസ് ഐ തിങ്ക് പാർക്കിൻസോണിസത്തില് വരാറുണ്ടെന്ന്. പാർക്കിൻസൺസിന്റെ ഐ തിങ്ക് ഇത് ഇറ്റ്സ് റിലേറ്റഡ് സംഭവം. ഇപ്പൊ ഇന്ന് വന്ന് എത്ര 20 years or 10 years down the line you could It's the most ഒരു horrible സാധനം സ്ലീപ്പ് പാരാലിസിസ്. ബേസിക്കലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have woken up, brain awake ആയി, but your body is not woken up. അപ്പൊ എന്താ ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേറ്റീവ് ഹൈപ്പോക്സിയ കാരണം, അതാണ് ആ ചെസ്റ്റില് ഫീല്, കഴുത്തിൽ ഞെക്കുന്ന ഫീല്. അപ്പൊ ഈ ഹൈപ്പോക്സിയ കാരണം യു വിൽ ഹലൂസിനേറ്റ്. ഹോറബിൾ എക്സ്പീരിയൻസ്. അല്ല അപ്പൊ why did you hallucinate a lady? അല്ല everything else is explained. Why did he hallucinate? ഏതായാലും ഹാലുസിനേറ്റ് മേബി സബ് കോൺഷ്യസിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ആ സിനിമ റിംഗ് ആയിരുന്നു. കറക്റ്റ് ഇങ്ങനെ മുടി സ്ട്രെയിറ്റ് ഹെയർ. അതിന് ശരിക്കും എനിക്ക് ആഗ്രഹം. പിന്നെ അതിനുശേഷം അങ്ങനത്തെ ഒരു കഴുത്തിൽ പിടിച്ച് നെഞ്ചിൽ കയറിയിരുന്ന ഒരു ലേഡി ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇതില് എനിക്കൊരു അനക്ഡോട്ട് പറയാനുണ്ട്. ഇറ്റ്സ് നോട്ട് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. ഞാൻ പണ്ട് ഞാൻ പറഞ്ഞല്ലോ യൂസ് ടു റീഡ് എ ലോട്ട് ഓൺലൈൻ. അപ്പോൾ കോറ എന്ന് പറഞ്ഞ സൈറ്റുകാരൻ ഉണ്ടാവല്ലോ, കോറയിലൊരു കക്ഷി നോൺസെൻസ് ആയി. പണ്ട് സീരിയസ് ആയിരുന്നു കോറ. everything degrades, no? Reddit is degrading. ഇപ്പൊ ഫുൾ പൈങ്കിളി No, I used to read like 10-12 hours കോറയിൽ എനിക്ക് അവാർഡൊക്കെ അയച്ചിരുന്നുണ്ട്. I was one of their first users. Like 2011 12 അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് മേ ബി ഇൻ 2 days സ്റ്റാർട്ടഡ് റീഡിങ് ഇറ്റ്. ബട്ട് ദ പോയിന്റ് ഇസ് അതിലൊരു ഡിമിത്രിസ് അൽമിനാൻഡിസ് എന്ന് പറഞ്ഞൊരു റൈറ്ററാണ്. നോട്ട് ഈസ് ഒറിജിനൽ നെയിം, ഇറ്റ്സ് എ ഗ്രീക്ക് ഗൈ. ഇതെങ്ങനെ എഴുതും ഈ ഓട്ടോമൻ എംപയറിനെ കുറിച്ച്, ഗ്രീക്ക് എംപയർ, ബൈസാൻഡൈൻ എംപയർ, ലൈക്ക് വെരി നോളജബിൾ പേഴ്സൺ. അത് ചുമ്മാ മറ്റേ ഹിസ്റ്ററി ഒന്നുമില്ല. ഹി വുഡ് ഹാവ് റെഡ് ലൈക്ക് 16th century എഴുതി ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതിനെ വിച്ച് ഹി ഹാസ് റെഡ്. അപ്പം അത്രയും നോളജബിൾ ഗൈയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് കുറേ പ്രായമൊക്കെ ഉണ്ടാവുന്നതാണ്. ഹി വാസ് 22 years old. ഹി സ്റ്റാർട്ടഡ് റീഡിങ് വെൻ ഹി വാസ് ലൈക്ക് 4 years. അവർ പ്രൊഡിജി ആയിരിക്കണം. ആൻഡ് ഈവൻ നൗ വി ഡോണ്ട് നോ ഹു ഈസ്, ബട്ട് ഹി യൂസ് ടു റൈറ്റ് റീൽ. ഈ അതിൻ്റെ ഒക്കെ മുമ്പുള്ളതാണ്. സോ ഹി ഒബ്വിയസ്ലി ന്യൂ വാട്ട് ഹി വാസ് ഡൂയിങ്. ബട്ട് ഇയാൾ ഭയങ്കര സ്പിരിച്വലാണ്. ഈ റൈറ്റ് അബൌട്ട് അവർ യോഗ, മറ്റേ കുണ്ടലിനി തുറക്കുന്നു, ചക്രാസ് ഓപ്പൺ ആവുന്നു. അങ്ങനെ വൺ ക്വസ്റ്റ്യൻ സംതിങ് കുറേൽ ആരോ ചോദിച്ചാൽ ഹി റോട്ട് അബൌട്ട് ദിസ്. സോ ഏതോ ഒരു ക്യാരക്ടർ, ഏതോ ഒരു മിത്തിക് ക്യാരക്ടർ, നമ്മൾ ഈ മറ്റേ ഗോബ്ലിൻസ്, ട്രോൾസ് ഒക്കെ ഉണ്ടാവും, അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം അതിനെ ഭയങ്കര വിവിഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വെരി വിവിഡ്. ലൈക്ക് അതിൻ്റെ മൂക്ക് ഇങ്ങനെയാണ്, കണ്ണിങ്ങനെയാണ്, ദേഹത്ത് മൊത്തം മ്യൂക്കോസ പോലെ ഇത് തന്നെ. ആൻഡ് ഹി ഈസ് കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ ഡിമിത്രി ഈസ് കൺവിൻസ്ഡ്. അപ്പം നമ്മളൊരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും വിവരം ഇതൊക്കെ ഉള്ള ഒരാൾ ഈസ് ടെല്ലിങ് ഓൾ ദിസ്. ഞാൻ ഡിറഗേറ്ററായി പറയുന്നല്ലോ. ബട്ട് ഹീ സോ ദിസ്. ഇതേ സാധനം, ഈ വാസ് സ്ലീപ്പിംഗ്, അയാൾ നെഞ്ചിൽ കയറിയിരുന്നു, ഇങ്ങനെ ഇരുന്നിട്ട് കഴുത്ത് ഞെക്കി. ഞാൻ മനസ്സിലാക്കണം ലൈക്ക് ഈ ഹൈപ്പോക്സി ആണെങ്കിലും മെയിൻലി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ടോൺ പോയിട്ട് കൊളാപ്സ് ആവും. പിന്നെ ലാസ്റ്റ് എൻ്റെ കട്ടാവുമ്പോഴായിരിക്കും ബ്രെയിൻ സ്റ്റം ഇടപെടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഹൈപ്പോക്സി വന്നിട്ടുണ്ടാവും, ഹാലൂസിനേഷൻ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താ പറയുക, നമ്മൾ ഈവൻ ഏത് മിത്തോളജി എടുത്താലും റിലീജിയസ് ടെസ്റ്റ് എടുത്താലൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് പല കഥാപാത്രങ്ങളെയും വിവരിച്ച് വെച്ചിട്ടുള്ളത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേ ബി ദേ വുഡ് ഹാവ് സീൻ ദിസ്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇപ്പം നമ്മളെ മിത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പറയും, ഒരു ചെവിൻ്റെ താഴെ ഇവിടെ ഒരു ഓട്ടയുണ്ട്, മറ്റേടത്ത് അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. നോസ് മിത്തോളജി എടുത്താൽ ഇങ്ങനെ ഓരോ ദേ കുഡ് ഹാവ് ആക്ച്വലി സീൻ ഇറ്റ്. നമ്മൾ പറഞ്ഞാൽ വെറുതെ ഉണ്ടാക്കി എഴുതിയ കഥയൊന്നും ആവില്ല. ദേ കുഡ് ഹാവ് സീൻ ഇറ്റ്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടവർക്ക് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. മെഡിസിനിൽ ഇത്രയും അൺനോൺസ് ഉണ്ടെങ്കിൽ എന്തിലൊക്കെ അൺനോൺസ് ഉണ്ടാവാം. മറ്റേത് സ്കേറി. Sleep paralysis that explain I am comfortable. Not just you, okay. I have spoken with people. It's very common, I think. പലരും കണ്ടിട്ടുണ്ട്. അതേപോലെ ചിലർ കണ്ടിട്ടുള്ള ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് നെഞ്ചമർത്തി പിടിച്ചിരിക്കുന്നു. അത് പലതുണ്ട്. അതിന് എൻറ്റിറ്റി അറ്റാക്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ കാണും. പലർക്കും അവിടെ നിൽക്കുന്നതാണ് ഡോറിന്റെ സൈഡിൽ റിസർച്ച് ചെയ്തിട്ട് സമാധാനമായപ്പോ ഫസ്റ്റ് വീക്ക് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഒക്കെ പോലെ. ഗോസ്റ്റ് ഇല്ല എന്ന് വിശ്വസിച്ചിട്ട് ഗോസ്റ്റ് കഥ പറയാൻ എളുപ്പം.
അല്ല ഇതുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിലുള്ള അവസ്ഥ പക്ഷെ ഗോസ്റ്റിൽ വിശ്വാസമില്ല, പക്ഷെ പ്രേതപടം പേടിയാ. അല്ല അത് സൈക്കോളജിക്കൽ. ദേ ഹാവ് ജംപ് സ്കെയർസ് ആൻഡ് ജംപ് സ്കെയർസ് ഉണ്ട്, ആൻഡ് ബിൽഡ് അപ്പ് ടെൻഷൻ. അതൊരു ആർട്ടും കൂടിയാണല്ലോ. റൈറ്റ്. അപ്പൊ നമുക്ക് ഇതിൽ ഐ തിങ്ക് വിൽ റാപ്പ് ഇറ്റ് അപ്പ്. പക്ഷെ ഒരു കഥയും പറഞ്ഞു തീരുന്നില്ല. ഒരുപാട് വീണ്ടും കൂടാ. We'll sit again. Yes. Sure, done. Thank you so much everyone. Yeah.